തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ചിത്രമായി പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് കഴിഞ്ഞതോടെ മത്സരക്കളം തെളിഞ്ഞു. പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ രംഗത്തുണ്ട്. കണ്ണൂരിൽ പതിവ് പോലെ ചില തദ്ദേശ മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഇത് കഴിഞ്ഞ തവണത്തെ 5 വർഷം മുൻപുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ വിമതന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? എന്താണ് പൊതുവെയുള്ള ചിത്രം, അവസാന ചിത്രം? അതായത് മൊത്തത്തിൽ എത്ര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് എന്നുള്ളത് ഇനിയും കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ പൊതുവായ ചിത്രം എങ്ങനെയാണ് കേരളത്തിൽ മൊത്തത്തിൽ? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിട്ടുണ്ട്. കണ്ണൂരിൽ 14 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചത്. UDF സ്ഥാനാർത്ഥികളെ കൊണ്ട് പത്രിക നൽകാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് UDFന്റെ ആരോപണം. എന്തായാലും വിമതശല്യമാണ് 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വീതമാണ് ഇടത് വലത് മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ. UDFന് വിമതന്മാരുടെ എണ്ണം താരതമ്യേന കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമുണ്ടെങ്കിലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 വിമതന്മാർ കളത്തിലിറങ്ങിയത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം സ്ഥാനാർത്ഥിമാരായി എത്തുമ്പോൾ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് LDFിലെ ആശങ്ക. തിരുമല അനിലിൻ്റെ പ്രശ്നവും ആനന്ദിൻ്റെ ആത്മഹത്യയും അടക്കമുള്ള പ്രശ്നങ്ങൾ BJP അലട്ടുന്നുണ്ടെങ്കിലും വിമതന്മാരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. എറണാകുളത്താണ് UDF വിമത ഭീഷണി നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല. ഇടുക്കിയിലും UDFിന് വിമത ഭീഷണി ശക്തമായി തന്നെയുണ്ട്. പാലക്കാട് CPMഉം CPIയും നേർക്കുനേർ പലയിടങ്ങളിലും മത്സരരംഗത്തുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ UDFിനും വിമത ഭീഷണി പ്രശ്നമാകുന്നുണ്ട്. മലബാർ മേഖലയിൽ UDF നേരിടുന്ന പ്രധാന പ്രതിസന്ധി കോൺഗ്രസും ലീഗും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളാണ്. പലയിടങ്ങളിലും വിമതരായി പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുണ്ട്. ജഷീർ പള്ളിവേലിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കഴിഞ്ഞത് വയനാട്ടിൽ UDFന് ആശ്വാസമാകുന്നുണ്ട്. ജഷീർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. പാർട്ടി നേതൃത്വം ഇടപെട്ട ജഷീറിനെ അനുനയിപ്പിച്ചു. എന്നാൽ റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ വിമത ഭീഷണിയുണ്ട്. വിമതന്മാർ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്ക് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് വിജയിച്ചേ മതിയാകൂ. അതിനാൽ തന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തിനായി 3 മുന്നണികളും രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.